ഗൈസ്, ഞാനിപ്പോൾ നിൽക്കുന്നത് തോപ്പുംപടി പമ്പിലാണ്ടാ. തോപ്പുംപടി മട്ടാഞ്ചേരി ഹാൾട്ട് CNG പമ്പിലാണ്ടാ. ഞാനിന്നിപ്പോൾ ഒരു ലോങ് റൈഡ് പോകണേണ്. നമുക്ക് ഈ പമ്പിൽ നിന്ന് ഞാൻ ഫുൾ ടാങ്ക് ഗ്യാസ് അടിച്ചിട്ടുണ്ട്. ഇപ്പോൾ 691 രൂപ അല്ലേ, 7 സംതിങ് ആണ് കയറിയേക്കണേടാ ഗ്യാസ്. അപ്പോൾ നമുക്കിന്ന് മൈലേജ് ടെസ്റ്റ് ചെയ്യാട്ടാ. എന്തായാലും ഒരു റൈഡ് പോകണേണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു മൈലേജ് ചെക്കിംഗ് ആണ്. എത്ര മൈലേജ് എൻ്റെ വണ്ടിക്ക് കിട്ടണമെന്നാണ്ടാ നോക്കണത്. 15,000 കിലോമീറ്റർ ഓടി 2 സർവീസ് കഴിഞ്ഞ വണ്ടിയാണ്. 3ാമത്തെ സർവീസ് ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ മച്ചാൻ വരെ കൊച്ചി റൈഡറിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിലമ്പൂരിലേക്കാണ് യാത്ര. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ എടുത്തത്. കൂടെ ടർബോ ഉണ്ട് ഇടാ. അപ്പം ഇന്ന് നൈസായിട്ട് നമുക്ക് പോയിട്ട് വരാം. നമ്മുടെ ഒരു കട്ട ഇറങ്ങിട്ടാ. 6 കിലോമീറ്റർ ഓടിയപ്പോൾ തന്നെ ഒരു കെട്ട ഇറങ്ങി. ഞാനല്ല വീഡിയോ എടുക്കണത്, ടർബോയാണ് വീഡിയോ എടുക്കണത്. നമുക്ക് 190 കിലോമീറ്ററിന്റെ അടുത്ത് തന്നെ നിലമ്പൂരിലേക്ക്. സോ 190 മൈലേജ് ഒക്കെ കിട്ടിയ കാലം ഞാൻ മറന്നു. കാരണം സിറ്റി കിടന്ന് ഓടുമ്പോൾ എനിക്ക് 150-160 കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പോൾ എത്ര കിട്ടണുണ്ടെന്ന് നമുക്കിന്ന് ചെക്ക് ചെയ്യാട്ടെ. എന്തായാലും CNG അടിച്ചപ്പോൾ ആ പ്രഷർ ഭയങ്കര കുറവായിരുന്നു. തോപ്പുംപടി CNG പമ്പിൽ നിന്ന് അടിച്ചത്. അപ്പോൾ പ്രഷർ ഭയങ്കര ഡൗൺ ആയിരുന്നു. സോ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്കിന്ന് നിലമ്പൂർ എത്തുമ്പോൾ കാണാം. നമ്മളിപ്പോൾ വൈറ്റിലെത്തി. 6.3 കിലോമീറ്റർ ഓടിക്കഴിഞ്ഞപ്പോൾ തന്നെ ഫസ്റ്റ് കട്ട കഴിഞ്ഞിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെ യാത്ര തുടങ്ങിയത് 9:15 ഇപ്പോൾ എടപ്പള്ളി ഭാഗത്തെത്തി. 4 മണിക്കൂർ 48 മിനിറ്റ് കണ്ടോ മാപ്പിൽ കൊടുത്തേക്കണത്. ഇത് ശരിക്കും പറഞ്ഞാൽ പതുക്കെ പോണവരൊക്കെ റൈറ്റ് സൈഡിൽ കൂടിയാണ് കയറി പോകുന്നത്. ബൈക്കാരാണ് കൂടുതലും പോകുന്നത്. അതാണ് ശരിക്കും നമുക്കൊരു 80 കിലോമീറ്റർ സ്പീഡിലേ നമുക്ക് എന്തായാലും പോകാൻ പറ്റുള്ളൂ, കാരണം സ്പീഡ് ഗവർണർ ഉള്ളതുകൊണ്ട്. പക്ഷെ ആ 80 കിലോമീറ്റർ പോകുമ്പോഴും ഇതേപോലെ സ്ലോയിൽ ചേച്ചിമാരൊക്കെ ഇങ്ങനെ പതുക്കെ ആസ്വദിച്ച് ഈ റൈറ്റ് സൈഡ് കീപ്പ് ചെയ്തിട്ടാണ് പോകുന്നത്. നമ്മൾ ഈ ഹോൺ അടിച്ചിട്ടും അവർക്ക് മനസ്സിലാവുള്ള സംഭവം. അത് ശരിക്കും ഡ്രൈവിംഗ് ലൈസൻസിനൊക്കെ എടുക്കാൻ നേരത്തെ ഒരു ക്ലാസ് അതിനുവേണ്ടി നല്ല രീതിയിൽ കൊടുക്കണം. എന്നാലേ അത് മനസ്സിലാവുള്ളൂ ആൾക്കാർക്ക്. നമ്മൾ ഈ വണ്ടിയിൽ തന്നെ ആയതുകൊണ്ട് നമുക്കറിയാം, എപ്പോഴും കാണുന്ന കാഴ്ചയാണ്. നമ്മളായിട്ട് തിരുത്താനൊന്നും പറ്റിയൊന്നുമില്ലത്. അത് എല്ലാവരും മനസ്സ് വെച്ച് ക്ലിയർ ആക്കാം, അത്ര എനിക്ക് പറയാൻ പറ്റുള്ളൂ. എടപ്പള്ളി ഭാഗത്ത് വരുമ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന കാഴ്ചയാണ് ഈ കക്കൂസ് കഴിയണ കോലായിട്ട് കുറേ പേര് ഇങ്ങനെ സെയിലാക്കാൻ നടക്കണത്. ഇത് എന്ത് ഗുണമുണ്ടെന്ന് എനിക്കറിയില്ല. വേണ്ട ചേച്ചി, വീഡിയോ എടുക്കണ അടുത്തേക്ക് വന്നില്ല. ഇതേപോലെ കക്കൂസ് കഴിയണ കോലായിട്ട് സെയിലടിക്കാൻ വേണ്ടി ഉണ്ടാവും. ചോദിച്ചു പോലും. അതെ, പിന്നെ കുറേ പേര് പറ്റിക്കാനൊക്കെ ഉണ്ടാവും അവിടെ. പിന്നെ വയസ്സായ കുറേ ചേട്ടന്മാർ ഇതേപോലെ ഉണ്ടാവും. അതൊക്കെ നമുക്ക് പിന്നെ പൈസ കൊടുക്കാം, എന്തെങ്കിലും അവർക്ക് ജോലി ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്. ആരോഗ്യമുള്ള ആൾക്കാരും ഇതിൻ്റെ ഇടയിലുണ്ടാവും കേട്ടോ. ഗൈസ്, എടപ്പള്ളിയിലാണ് നമ്മൾ നിൽക്കുന്നത്. സിഗ്നലിൻ്റെ അവിടെയാണ് നിൽക്കുന്നത്. ഞായറാഴ്ച ചെയ്തുകൊണ്ട് തിരക്കൊന്നുമില്ല, അതുകൊണ്ടാണ് നമ്മൾ ഇത്ര നേരത്തെ എത്തണേ കേട്ടോ. പിന്നെ 80 കിലോമീറ്റർ സ്പീഡിൽ തന്നെ പോകാൻ പറ്റുന്നുണ്ട്, കാരണം ബ്ലോക്കില്ല. ലുലുമാളിൻ്റെ അവിടെ എത്തി. നമ്മൾ ഇവിടുന്ന് ഒരു 5-6 സിഗ്നൽ കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് മോചനം ഉണ്ടാവുള്ളൂ. അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുഴപ്പമില്ലാത്ത സ്പീഡിൽ പോകാൻ പറ്റും. അങ്കമാലി വരെ നമ്മൾ എന്തായാലും അരിച്ചരിച്ചേ പോകാൻ പറ്റുള്ളൂ. രണ്ട് കട്ട തീർന്നിട്ടാ. ഇപ്പൊ എവിടെ എത്തിയെന്ന് വെച്ചാൽ നമ്മ ആലുവ എത്തിയിട്ടാ. ആലുവ പറവൂർക്കവല എത്തി. പറവൂർക്കവല അങ്ങനെ ഞങ്ങൾ ചാലക്കുടി എത്താൻ വേണ്ടി പോകണേണ്ട. ഇതുവരെ 46 കിലോമീറ്റർ നമ്മൾ ഓടിച്ചു കഴിഞ്ഞു. 10:10 9:15 പുറപ്പെട്ട യാത്ര നമ്മൾ 10:10 ചാലക്കുടി എത്താറായിട്ടാ. കറുകുറ്റി എത്തി, കൊരട്ടിപ്പള്ളിയുടെയൊക്കെ അവിടെ എത്തി. 46 കിലോമീറ്റർ നമ്മൾ പിന്നിട്ടിരിക്കുന്നു കേട്ടോ. കളമശ്ശേരിയിൽ നിന്ന് പോയ 2 കട്ട തന്നെയാണ് ഈ പ്രാവശ്യം പോയേക്കണേട്ടാ. അതിൽ കൂടുതൽ പോയിട്ടില്ല. പോകുമ്പോൾ തന്നെ ഞാൻ പറയാം കേട്ടോ.
പാലക്കാടേക്ക് ഇവിടെ നിന്ന് 93 കിലോമീറ്റർ ഉണ്ട്. നമ്മൾ പാലക്കാട് വഴിയല്ല കേട്ടോ അവിടെ, നമ്മൾ തൃശ്ശൂർ വഴി കട്ട് ചെയ്ത് പെരിന്തൽമണ്ണ പട്ടാമ്പി ആ വഴി കൂടിയൊക്കെയാണ് പോകണം. വണ്ടൂര് വഴി നിലമ്പൂരെത്തും. ഓൾറെഡി ഞാൻ മാപ്പ് ഇട്ടിട്ടുണ്ട്. മാപ്പിൽ 4 എത്ര മണിക്കൂർ 4 hour 2 minute കിടക്കണം കേട്ടോ. ഗൈസ്, നമ്മൾ ചാലക്കുടി എത്തിയിരിക്കുന്നു. നമ്മുടെ കൊച്ചിയിലെ ആ പുതിയ പാലത്തിൽ നിന്ന് ചാലക്കുടിയിലേക്ക് 54 കിലോമീറ്റർ കറക്റ്റ്. അതായത് കറക്റ്റ് 1 മണിക്കൂർ 6 മിനിറ്റ് ആണ് ഇവിടം വരെ എത്താൻ നമുക്ക് പിടിച്ചത്. 3 CNG, അതായത് 3 ഘട്ട CNG നമ്മുടെ നഷ്ടപ്പെടാം. കാണിച്ചു കൊടുത്തിട്ട് ശരി ടർബോ കാണിച്ചിട്ടുണ്ട്. 3 ഘട്ട CNG പോയിട്ടുണ്ട് കേട്ടോ. യെസ്, ഇവിടെ എന്തോ ഒരു ആക്സിഡന്റ് നടന്നിട്ടുണ്ട് ഗൈസ്. എന്താ ഇവിടെ തിരിച്ചു പോകാൻ ബൈക്ക് വന്നിട്ട് ഇടിച്ചതാണോ? ഒന്നും പറ്റിയിട്ടില്ല, ആർക്കും ഒന്നും പറ്റിയിട്ടില്ലടാ. ആ ചേച്ചി നടുവൊന്ന് തടകണ്ട്. ഗ്യാസും വണ്ടി പോണ പോക്കോക്കെ എന്റെ പൊന്നെ. പതിക്കെ കയറണേടാ, വലിച്ച അന്ന് ദൂരെ നോക്കൂ, മല കുന്നുകളും മലകളും അരുവികളും താണ്ടിയാണ് നമ്മ പോണത്. കഴിഞ്ഞ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോ ഒരു മച്ചാൻ കമന്റ് അടിച്ചെന്നാണ്, വാച്ചിന്റെ കളറ് ഫെയ്ഡ് ആയല്ല ബ്രോ എന്ന് പറഞ്ഞിട്ട്. ശരിയാണ്ട ബ്രോ, ഞാനപ്പോ മെസ്സേജ് അവന് റിപ്ലൈ അയച്ചായിരുന്നു, ഫെയ്ഡ് ആയതല്ലാന്ന്. പക്ഷെ ഇത് ഫെയ്ഡ് ആയക്കണ പോലെ തന്നെയാണ് ഇരിക്കണടാ. ഇപ്പൊ ഇത് 3 കൊല്ലമായി വാച്ച്. സോ അതിന്റെ ഇതൊക്കെ ആയിരിക്കാം. ഒമ്പതേ കാലിന് തുടങ്ങിയ യാത്ര 10:42 ആയപ്പോ നമ്മ ടോളിന്റെ അവിടെ എത്തിയിട്ടാ. പാലേക്കര ടോള് 72 കിലോമീറ്റർ ഉണ്ട് കേട്ടാ നമ്മുടെ കൊച്ചിയിൽ നിന്ന് ടോളിലേക്ക്. ഗൈസ്, നമ്മൾ തൃശ്ശൂർ എത്തിയിട്ടാ. തൃശ്ശൂർ എത്തിക്കഴിഞ്ഞപ്പോ 4ാമത്തെ ഘട്ടം കൂടി താഴ്ന്നിരിക്കുന്നു. 84 കിലോമീറ്റർ നമ്മൾ കവർ ചെയ്തിരുന്നു കേട്ടോ. എന്നാ എപ്പോഴും നിലമ്പൂര് പോകുമ്പോ ഇവിടെ എപ്പോഴും പൈനാപ്പിൾ മേടിച്ച് തിന്നണ ഒരു സ്ഥലമുണ്ട്. അവിടെ ചെന്ന് ഒരു പൈനാപ്പിൾ മേടിച്ച് കഴിച്ച് മുളക് ഇട്ട് കഴിച്ചിട്ടേ നമ്മ നൈസായിട്ട് പോവാട്ടാ. ഇപ്പൊ നമ്മ ഡ്രൈവ് ചെയ്യാൻ തുടങ്ങിയിട്ട് 2 മണിക്കൂറായി. 9:15 കാലിന് പുറപ്പെട്ട നമ്മള് 10:58 ആയപ്പോ തൃശ്ശൂർ എത്തിയിട്ടാ. ഞങ്ങൾ പൈനാപ്പിൾ തിന്നണത് മറ്റേ തൃശ്ശൂർ സൂവില്ലേ, സൂവിന്റെ സൈഡിലുള്ള കടയിൽ നിന്നാണ്. കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോ നമ്മൾ സൂവിൽ കയറിയതാണ്. ഇപ്രാവശ്യം നമ്മുടെ ഉദ്ദേശം മൈലേജ് ചെക്കിംഗ് ആണ്. അതായത് ഒരു പമ്പിനെയും കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോ അല്ലേണ്ടത്. ഇത് എന്റെ വണ്ടിക്ക് കിട്ടുന്ന മൈലേജ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചെന്ന്. കുറെ പേര് എന്റെ അടുത്ത് ചോദിക്കാറുണ്ട് വണ്ടിക്ക് മൈലേജ് എത്ര കിട്ടണമെന്ന്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു ചെറിയൊരു കണ്ടന്റ്, എന്തായാലും ഒരു യാത്ര പോണേനും അപ്പൊ അങ്ങനെ എടുത്ത് ഇടണം എന്നുള്ളൂ കേട്ടാ. നമ്മളെ യാത്രയിൽ 108 കിലോമീറ്റർ കൂടി ഉണ്ട് കേട്ടോ. ഞാനവിടെ സിറ്റി കിടന്ന് ഓടുമ്പോൾ എനിക്ക് 150 കിലോമീറ്ററൊക്കെ ഓടിക്കാൻ പറ്റുള്ളായിരുന്നു. ഇപ്പൊ ഇന്ന് എത്ര കിലോമീറ്റർ CNG അടിച്ചിട്ട് ഓടണം നമുക്ക് നോക്കാട്ടോ. പോകുന്ന വഴിയിലെല്ലാം CNG പമ്പുകളുണ്ട് കേട്ടോ. നാവിഗാറ്റി എന്ന് പറഞ്ഞിട്ട് ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ CNG എവിടെയൊക്കെ ഉണ്ടെന്ന് അറിയാൻ പറ്റൂട്ടോ. നമ്മുടെ ഒരു സബ്സ്ക്രൈബർ തന്നെ പറഞ്ഞു തന്നതാണ് എനിക്ക് ആ ആപ്പ്. നല്ല ഉപകാരമുള്ള ഒരു ആപ്പാണ്ടോ. അപ്പൊ ആ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മ വഴി കിടക്കില്ല. നമുക്ക് നിലമ്പൂര് ടൗണിൽ തന്നെ ഉണ്ട് കേട്ടോ CNG പമ്പ്. അതുകൊണ്ട് ധൈര്യത്തിന് നമുക്ക് പോവാം. കാരണം ഇതിന്റെ മൈലേജ് നിലമ്പൂര് വരെ കിട്ടുമെന്ന് എനിക്കറിയില്ല. കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട് 220 കിലോമീറ്റർ വരെയൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഈ പ്രാവശ്യം വണ്ടിക്ക് മൈലേജ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. എന്തായാലും നിലമ്പൂരിൽ നിന്ന് അടിക്കാം തിരിച്ച്. നമ്മുടെ തൃശ്ശൂർ സൂ ആൻഡ് മ്യൂസിയം ഇന്ന് നല്ല തിരക്കാട്ടോ. നമ്മൾ വണ്ടി എവിടെയെങ്കിലും ഇടാൻ പറ്റുമോ നോക്കട്ടെ. എന്നിട്ട് ഒരു പൈനാപ്പിൾ മേടിച്ച് തിന്നിട്ട് നമുക്ക് പോവാം. എരിവിട്ട പൈനാപ്പിൾ കഴിച്ചിട്ട് വരാടാ ഗൈസ്. എരിവിട്ടാണോ മേടിച്ചത്? എങ്ങനെയുണ്ട്? കൊച്ചിയിൽ നിന്നും തൃശ്ശൂർ സൂവിലേക്ക് 86 കിലോമീറ്റർ ആണ് ഉള്ളത്. ഇനി 3 മണിക്കൂർ 10 മിനിറ്റും കൂടി ഉണ്ട് നമ്മുടെ യാത്ര. 107 കിലോമീറ്റർ കവർ ചെയ്യാനുണ്ട് കേട്ടോ.
അത്ര നമുക്ക് ഓടി എടുക്കാൻ പറ്റുമോ അറിയില്ല, നമുക്ക് നോക്കാം. ഒരു പുരാവസ്തു മ്യൂസിയം, ശബ്ദ നമ്പുരാൻ കൊട്ടാരം, തൃശ്ശൂർ. നിനക്കാണോ തണുത്ത കരിക്ക് ഗൈസ്? അങ്ങനെ നമ്മൾ തൃശ്ശൂരിൽ നിന്ന് 2 തണുപ്പിച്ച് ഇളനീരും കുടിച്ച് നൈസായിട്ട് ഇനി പോണേണ്ട. ഇനി നമുക്ക് 106 കിലോമീറ്ററും കൂടി കവർ ചെയ്യാനുണ്ട് കേട്ടോ ഗൈസ്. ഞങ്ങൾ പോണ വഴിക്ക് ഒരു സ്പോട്ട് ഉണ്ട്, അപ്പോൾ നിർത്തിയാണ്ട. ഇത് നോക്കി, അമ്പലൂരിക്കണ സ്ഥലം നോക്കി. നമുക്ക് അങ്ങോട്ട് പോയി കഴിഞ്ഞാലേ വളക്കാൻ പറ്റുമോന്ന് അറിയില്ല. അതിന്റെ സൈഡിൽ കൂടി ട്രെയിൻ പോണ്. ഇതെനിക്ക് തോന്നണേ മറ്റേ പെപ്പയുടെ ഒരു പടത്തിൽ ഇടി നടക്കൂലേ, ആ ഇടിപ്പടം, ഒരാനൊക്കെ ഇട്ട് വെള്ളത്തിൽ ചേർന്ന ആ പടമാണെന്ന് എനിക്ക് തോന്നണ്ട. അല്ല, ആ സ്ഥലമാണെന്ന് എനിക്ക് തോന്നാം. അതൊക്കെ നൈസുണ്ട്, രക്ഷയില്ല. പക്ഷെ എന്റെ പൊന്നെ എന്ത് സ്ഥലം നോക്കി, ഒരു രക്ഷയില്ലടാ. സൂപ്പർ. അമ്പലത്തിന്റെ പേര് ഇതാണ്ട, കുറ്റിയങ്കാവ് ഭഗവതി ക്ഷേത്രം. അടിപൊളിയാണ്ട. എന്തായാലും ഈ അമ്പലം ഇരിക്കണ സ്പോട്ട് അടിപൊളിയാണ്ട, ഒരു രക്ഷയില്ല. ഒരു കോളമൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പം നമ്മൾ 98 കിലോമീറ്റർ ഉണ്ടോ നമ്മുടെ കൊച്ചിയിൽ നിന്ന് ഈ അമ്പലത്തിലേക്ക്. എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് പോവാം. വേണ്ട, അപ്പുറത്തും ഇപ്പുറത്തും വയല്. എന്ത് രസമല്ലേ, രക്ഷയില്ലടാ. $105 കിലോമീറ്റർ ആയപ്പോഴത്തേക്കും നമ്മുടെ 5 കട്ട തീർന്നു. അതായത് പകുതിയായിട്ടാ CNG. ഇനി 88 കിലോമീറ്ററും കൂടി ഉണ്ട് കേട്ടോ. സ്ഥലം നോക്കിയേ, നിലമ്പൂരിലോട്ടൊക്കെ പോകുമ്പോ ഇതേപോലെ നല്ല സ്ഥലങ്ങളുണ്ട് കേട്ടോ കാണാനൊക്കെ. അപ്പൊ തോപ്പുംപടിയിൽ നിന്ന് CNG അടിച്ചപ്പോ 1 കിലോക്ക് 89 രൂപ. അതായത് CNG റേറ്റ് 89 രൂപ വരുന്നുണ്ടോ. അത് ഞാൻ പറയാൻ വിട്ടുപോയി, അതുകൊണ്ട് ഞാനിപ്പോൾ എടുത്ത് പറഞ്ഞതാണ്. എന്തായാലും ഇനി നമുക്ക് 4 കട്ട CNG മാത്രമേ ഉള്ളൂ കേട്ടോ. കണ്ടോ, 125 കിലോമീറ്റർ നമ്മൾ ഓടിക്കഴിഞ്ഞു. റോഡ് അത്ര പോരട്ടെ, റോഡ് ഭയങ്കര മോശമാണ്. നമ്മുടെ ഹൈവേൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങോട്ട് കയറി കഴിഞ്ഞപ്പോൾ, ഉള്ളിലോട്ട് കയറി കഴിഞ്ഞപ്പോൾ റോഡ് ഭയങ്കര മോശമാണ്. ഇനി അങ്ങോട്ടേക്കുള്ള റോഡും മോശമായിരിക്കും. നോക്കാം. ഇവിടെ പമ്പുണ്ട്, CNG പമ്പുള്ള സ്ഥലങ്ങൾ കുറെ ഉണ്ട് പോണ വഴിക്ക്. നമ്മ പിന്നെ ഇനി മൈലേജ് നോക്കിയിട്ട് നമുക്ക് നോക്കാം. പട്ടാമ്പി ക്രോസ് വേ ബ്രിഡ്ജാണ്. കോസ്വേ ബ്രിഡ്ജ്, പട്ടാമ്പി കോസ്വേ ബ്രിഡ്ജിനെ കൂടിയാണ് ഇപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കോസ്വേ ഗൈസ്, പാലക്കാട് എത്തിക്കഴിഞ്ഞാൽ ടർബോക്ക് ഒരു വീക്ക്നെസ് ഉണ്ട്, ലോട്ടറി എടുക്കും. എന്താണ് ഇത് മൊത്തം എടുത്തത് നീ? എടാ, ഇതിൽ 70 ലക്ഷം അടിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഗിവ് അവേ കൊടുക്കണം നമ്മുടെ സബ്സ്ക്രൈബറിന്. കൊടുക്കൂലേ? സെറ്റ്. ഇതിലടിക്കണമെന്നുണ്ടെങ്കിൽ ഗൈസ് ഒരാൾക്ക് ഒരു വാഗനർ കാറ് ടർബോ മേടിച്ചു തരും കേട്ടോ. ടാക്സി പെർമിറ്റ് വണ്ടി അല്ലേ? 3 മണിക്ക് ഓക്കെ. അടിക്കണമെന്നുണ്ടെങ്കിൽ സെറ്റാണ്ടോ. ഞങ്ങൾ ഇടയ്ക്ക് ഇങ്ങനെ നിർത്തിയാണ്ടാവും പോകുന്നത്. 1.5 മണിക്കൂർ ഇനി കാണിക്കണ്ട്. 55 മിനിറ്റ് ആണ് കാണിക്കണത്. അല്ല, 55 കിലോമീറ്റർ 2:30 എത്തും. 12:53 ഇപ്പം 138 കിലോമീറ്റർ നമ്മൾ പിന്നിട്ടിരിക്കുന്നു. 4 കട്ട CNG ബാലൻസ് ഉണ്ട് ഗൈസ്. ഗൈസ്, മലപ്പുറം ജില്ലയിലേക്ക് സ്വാഗതം. ഇനി 54 കിലോമീറ്റർ ആണ് നമുക്കുള്ളത്. യെസ്, റോഡൊക്കെ ശരിയാക്കിട്ട. മുമ്പ് കഴിഞ്ഞ മാസം ഞാൻ ഇതിലെ കൂടി വന്നപ്പോ റോഡ് വളരെ 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 ശോകമായിരുന്നു. തണുക്കട്ടെ. നല്ലൊരു തീമാണല്ലോ, നല്ല ബുദ്ധിയുള്ളവരാണ്. എന്തായാലും പെരിന്തൽമണ്ണ ഗൈസ്, നമ്മൾ പെരിന്തൽമണ്ണ എത്തിയിട്ടാ. 151 കിലോമീറ്റർ ഇട്ടാ നമ്മുടെ കൊച്ചിയിൽ നിന്ന് പെരിന്തൽമണ്ണയിലേക്ക്. എന്തെങ്കിലുമൊക്കെ പറയാൻ വേണ്ടേ, അതുകൊണ്ടാണ് കിലോമീറ്റർ കണക്കെങ്കിലും പറയുന്നത്.
ഗൈസ് നമ്മ അയ്യോ എന്റെ പൊന്നെ ഇയാളെന്തോ പച്ചക്കെടുത്തുണ്ടോ തൊട്ട് പച്ചക്കെടുത്തുണ്ടായത്. ഗൈസ് നമ്മ പെരിന്തൽമണ്ണയിലെത്തിയിട്ടാ. പെരിന്തൽമണ്ണയിലെത്തി. ഇനി ഇവിടെ നിന്ന് 42 കിലോമീറ്റർ കാണിക്കണേടാ. 152 കിലോമീറ്റർ ആണ്ടാ പെരിന്തൽമണ്ണയിലേക്കുള്ളത്. നമ്മ ഊട്ടിയിലേക്കൊക്കെ പോണ വഴിയാണ്ട് നേരെ നേരെ പോയി കഴിഞ്ഞാൽ ഊട്ടിയിലേക്ക് എത്തൂട്ടാ. നമ്മ ഊട്ടിയിലേക്ക് പോകണില്ല, നിലമ്പൂര് വെച്ച് നിർത്തും. ഗൈസ് ഇനി 3 ഘട്ട CNG മാത്രമേ ഉള്ളൂ കേട്ടോ നമുക്ക്. 150 കിലോമീറ്റർ കഴിഞ്ഞ്. ഇപ്പൊ എറണാകുളത്താണെന്നുണ്ടെങ്കിൽ ഇപ്പൊ വെടിക്കെട്ട് കഴിഞ്ഞാണേ. ഇപ്പൊ ലോങ് ആയതുകൊണ്ടാണ് നമുക്ക് ഇത്ര മൈലേജ് കിട്ടണ. ഇനി 3 ഘട്ട എപ്പോൾ തീരുമെന്ന് നമുക്ക് നോക്കാട്ടോ. ഈ പറഞ്ഞ 42 കിലോമീറ്റർ കവർ ചെയ്യാൻ പറ്റുമോന്ന് അറിയില്ല, നമുക്ക് നോക്കാം എന്തായാലും. എന്റെ വണ്ടിക്ക് കിട്ടുന്ന മൈലേജിന്റെ കണക്കാണ് ഞാൻ പറഞ്ഞത്. ചിലവർ കമന്റ് അടിക്കണ 300 കിലോമീറ്റർ ഒക്കെ കിട്ടണുണ്ടാവും. 300 തൊട്ട് അതിന്റെ പകുതി പോലും കിട്ടണം. പെരിന്തൽമണ്ണയില് കൂടിയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കണത്. അവിടെ അറ്റത്ത് വലിയൊരു മല കാണാൻ പറ്റുന്നുണ്ട്. അതിന്റെ പകുതി അല്ല കട്ട് ചെയ്ത് പോയക്കണ പോലത്തെ ഒരു വിഷ്വല് നമുക്ക് കാണാം. കുറേ വീടുകള് താഴെ ഉണ്ട്, നല്ല രസമുണ്ട് കാണാൻ. ഊട്ടി സ്റ്റൈൽ വീടുകളാണ്. ഊട്ടിയിലെ കാഴ്ചകൾ ഇതേപോലെ തന്നെ. മയൂരി അക്ഷരപ്പാട്ടല്ലേ. ഗൈസ് നമുക്കിനി നിലമ്പൂരിലേക്ക് 23 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ കേട്ടോ. ഇവിടെ 20 കിലോമീറ്ററാണ് എഴുതിയേക്കണം, പക്ഷെ മാപ്പിൽ 23 കിലോമീറ്റർ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മ ഇപ്പൊ 171 കിലോമീറ്റർ പിന്നിട്ടിരിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി 2 ഘട്ട CNG ആണോ നമുക്ക് ബാലൻസ് ആയിട്ടുള്ളത്. ഓൺലി 2 ഘട്ട. ഇനി പോണ വഴിക്ക് ഒരു CNG പമ്പുണ്ട്. നമുക്കത് വരുമ്പോ അടിക്കണോ പോകുമ്പോ അടിക്കണോ എന്നുള്ള ഒരു ചിന്തപ്പാടിലാണ് ഞാൻ നിൽക്കണത്. നിങ്ങൾക്ക് മൈലേജ് കറക്റ്റ് ആയിട്ട് കാണിച്ചു തരണമല്ലോ. അപ്പൊ നമുക്ക് വരുമ്പോ അടിക്കാം. ഇനി ഈ 2 ഘട്ട 20 കിലോമീറ്ററിനുള്ളിൽ തീരോ ഇല്ലെന്ന് എനിക്കറിയില്ല കേട്ടോ. എന്തായാലും നമുക്ക് എന്തായാലും ഇനി വരണ്ടടുത്ത് വെച്ച് കാണാം. പിന്നെ എൻ്റെ കയ്യിൽ 2 ഘട്ട പെട്രോളും ഉണ്ട്. അപ്പൊ പിന്നെ നമുക്ക് കുഴപ്പമില്ല. 23 കിലോമീറ്റർ ഉള്ളു നിലമ്പൂരിലേക്ക്. അതിന്റെ ഇടയിൽ ഒരു CNG പമ്പ് ഉണ്ട്. സീനില്ല നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം. എന്തായാലും സൂക്ഷിച്ച് നോക്കണ്ടടാ ഉണ്ണി, ഇത് ഞാനല്ല. വണ്ടിയുടെ പുറകില് ചേക്കണടാ. നാല് കിലോമീറ്ററും കൂടി ഉള്ളൂ നിലമ്പൂരിലേക്ക്. നമുക്കിനി 2 ഘട്ട CNG ബാലൻസ് ഉണ്ട്. 159 കിലോമീറ്റർ നമ്മൾ ഓടിക്കഴിഞ്ഞിട്ടാ ഓൾറെഡി. ഇനി 4 കിലോമീറ്ററും കൂടി ഉള്ളൂ. അതായത് 194 കിലോമീറ്ററാണ് നമ്മുടെ കൊച്ചി നോക്കിയപ്പോൾ നിലമ്പൂരിലേക്ക് കണ്ടതില്ല. ഗൈസ് അപ്പോൾ ഇനി പോകുന്ന വഴിക്കാണ് ഞങ്ങൾക്ക് CNG പമ്പ് ഉള്ളത്. എന്തായാലും ഈ മൈലേജ് ഞാനിത് തീർന്നു കഴിയുമ്പോൾ ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞുതരാം. ഇപ്പം എന്തായാലും ഞാൻ നിലമ്പൂർ എത്തിയിടാം. 4 കിലോമീറ്ററിൽ എന്തായാലും ഈ 2 ഘട്ട തീരില്ല. മാക്സിമം ഒരു 20 കിലോമീറ്റർ ഓടുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. നമുക്ക് എന്തായാലും ഇനി എത്ര ഓടുമെന്നും കൂടി നമുക്ക് നോക്കാട്ടാ. ഇതാണ് കനോലി പ്ലോട്ട് കേട്ടോ, നിലമ്പൂർ കനോലി പ്ലോട്ട്. ഇവിടെ നല്ല കാട്ട് തേൻ കിട്ടണം. മേടിച്ചിട്ടുണ്ട്. അങ്ങനെ 191 കിലോമീറ്റർ ഓടിക്കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ നിലമ്പൂർ എത്തിയിട്ടാ. ഗൈസ് 200 കിലോമീറ്റർ കറക്റ്റ് ആയിട്ടാ. നമ്മുടെ CNG ബ്ലിങ് ആയിട്ടില്ല. ഇനി നമ്മുടെ CNG പമ്പിലേക്ക് 16 മിനിറ്റ്, അതായത് 9.4 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. സോ നമുക്കെന്തായാലും 9 കിലോമീറ്റർ കൂടി ഓടാൻ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം. 200 കിലോമീറ്റർ ഓടിയിട്ടുണ്ട് കേട്ടോ. ലാസ്റ്റ് കട്ടുണ്ട് ഇപ്പോൾ ഉള്ളത്. ഇത് പിറ്റേ ദിവസം ഉണ്ടോ, ഞാൻ വണ്ടി കൊണ്ട് അവിടെ ഇട്ടിട്ട് പിറ്റേ ദിവസമാണ്, അതായത് ഉണ്ടോ 18-ാം തീയതി ആയി. ഓക്കെ, 200 കിലോമീറ്റർ എത്തി. ഞാൻ പെട്രോൾ പമ്പ് എത്തുമ്പോൾ ബാക്കി നോക്കണ്ട. കറക്റ്റായിട്ട് 205 കിലോമീറ്റർ ആണ്ടാ എൻ്റെ വണ്ടിക്ക് ഈ ലോങ് റൈഡിൽ കിട്ടിയ മൈലേജ്. പെട്രോളിലോട്ട് മാറിയപ്പോൾ തന്നെ ഞാൻ എടുത്തിട്ടാ. പിന്നെ നമ്മുടെ CNG പമ്പിലേക്ക് ഇനി 3.8 കിലോമീറ്റർ ഉണ്ട്. അത് നമുക്ക് പെട്രോളിൽ തന്നെ ഓടി അവിടെ എത്താട്ടാ. എന്നിട്ട് ആ പെട്രോൾ പമ്പിൽ നിന്ന് CNG അടിച്ചിട്ട് എത്ര മൈലേജ് കിട്ടുമെന്നും കൂടി ഞാൻ കാണിച്ചു തരാം. പോകുന്ന വിഷ്വൽസ് ഒന്നും ഞാൻ കാണിക്കില്ല, വീഡിയോയുടെ ലെങ്ത് കൂടും. സോ ഇവിടെ നിന്ന് അടിക്കണ CNG എത്ര കിലോമീറ്റർ ഓടാൻ പറ്റുമെന്ന് നമുക്ക് നോക്കട്ടാ. ഗൈസ് നമുക്ക് കറക്റ്റ് CNG പമ്പിലെത്തിയില്ല.
10:54 ഇവിടെ നിന്ന് എത്ര രൂപ CNG കയറുമെന്ന് നോക്കാട്ടോ. 679 രൂപ കയറിയിട്ടാ. 7.64 കിലോ കയറിയിട്ടുണ്ട്. തോപ്പുംപടിയിൽ നിന്ന് അടിച്ച CNG 205 കിലോമീറ്റർ ഓടിയിട്ടാ. അത് 661 രൂപ അടിച്ചത്. ഇത് 679 രൂപ അടിച്ചിട്ടുണ്ടോ. ഇനി എത്രയുണ്ടെന്ന് നോക്കാം. നമുക്ക് എന്തായാലും ട്രിപ്പ് ഇട്ട് വെച്ചേക്കാം. നമ്മ പോകുന്ന വഴികൾ കഴുകി തരാൻ വരെ ആൾക്കാരുണ്ട്. മതി ചേട്ടാ കഴുകിയത്. വണ്ടിയും കൂടി ഒന്ന് കഴുകിയായിരുന്നല്ലേ. പൊടിയുള്ളതുകൊണ്ടേ പൊടി പറപ്പിക്കണാണ്. പൊടി പറക്കണോണ്ട് കഴുകി ഒന്ന് സെറ്റാക്കി ഇടണം ചേട്ടൻ. ഇവിടെ ഏതാ സ്ഥലമെന്ന് അറിയില്ല. നമ്മുടെ വണ്ടിക്ക് എയറില്ല. പക്ഷെ നിലമ്പൂർ തൊട്ട് കണ്ടോ ഈ ഏരിയയിലോട്ട് ഒരാളും നമുക്ക് എയർ അടിച്ച് തരില്ലടാ. ഞാനത് പോയി അടിച്ചു കഴിഞ്ഞാൽ എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. ഇപ്പം ഈ പമ്പിലാണ് കയറിയേക്കണത്. MRPL. പക്ഷേ സ്റ്റാഫിനോടൊന്ന് എയർ അടിച്ചു തരുമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ അടിച്ചു തരില്ലെന്ന്. അങ്ങനത്തെ മൈൻഡാണ്. എന്താ ആൾക്കാരല്ലേ. പമ്പൊക്കെ നൈസാണ്. പക്ഷേ സ്റ്റാഫൊക്കെ വെറുതെ റൂവലാണ്. ശോകമാണ്. എയർ അടിച്ചു തരാൻ ഒരാളില്ല. അവർ ചേട്ടനോട് ചോദിച്ചപ്പോൾ പുള്ളി പറയണം അടിച്ചു തരൂലെന്നാണ്. അതെ ഇവിടെ നൈട്രോജൻ എയറും ഉണ്ട്. അപ്പോൾ അതിലൊരു ഇങ്ങനെ തിരിച്ച ഒരു ബട്ടൺ പോലെ ഉണ്ട്. അത് നമുക്ക് കറക്റ്റായിട്ട് അറിയില്ല. അപ്പോൾ എന്തെങ്കിലും സീനാണ്ടല്ലെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇങ്ങനെ പോകാണ്ടിരുന്നത്. പക്ഷേ ഇവിടെ ആരും നമുക്ക് എയർ അടിച്ചു തരില്ല. ഇതാ നിൽക്കണ ചേട്ടനാണ് എയർ അടിച്ച് തരൂലെന്ന് പറഞ്ഞത്. ഗൈസ് 88 കിലോമീറ്റർ ഓടിയിട്ടാ. പകുതി CNG തീർന്നിട്ടാ. ഞങ്ങളിപ്പോൾ വടക്കാഞ്ചേരി ആ ഭാഗത്ത് എത്തിയിട്ടാ. ഇന്നിപ്പോൾ ഈ ഒരു കടയിൽ നിന്ന് ഫുഡ് അടിക്കാൻ വേണ്ടി നിർത്തിയതാണ്. അപ്പം എന്തായാലും നമ്മുടെ പകുതി CNG 88 കിലോമീറ്റർ കഴിഞ്ഞിട്ടാ. മൈലേജ് ഷോർട്ടാണ്. ആ പമ്പിൽ നിന്ന് അടിച്ചിട്ട് നമുക്ക് തോപ്പുംപടി പമ്പിൽ നിന്ന് അടിച്ചാൽ അത്ര പോലും മൈലേജ് കിട്ടിയിട്ടില്ലെന്നാണ് എൻ്റെ ഒരു ഇതിട്ടാ. ഗൈസ് 2 ഘട്ട CNG ഉള്ളൂ ഇട്ടാ. 153 കിലോമീറ്റർ ഓടിച്ചിട്ടുള്ളൂ. ഇനി നമുക്ക് 31 കിലോമീറ്റർ കൂടി ഉണ്ട് കവർ ചെയ്യാൻ. ഏകദേശം എയർപോർട്ടിൻ്റെ സ്ഥലത്ത് എത്തിയിട്ടാ. എന്നാലും മൈലേജ് നല്ല രീതിയിൽ ഷോർട്ടാണ്. ആ പമ്പിൽ നിന്ന് അടിച്ചിട്ട് 200 മേളിൽ പ്രഷർ ഉണ്ടായിരുന്നു അടിച്ചപ്പോൾ. പക്ഷേ എന്താ നമ്മൾ പോയപ്പോൾ കിട്ടിയ മൈലേജ് നമുക്ക് തിരിച്ച് വന്നപ്പോൾ കിട്ടിയില്ലട്ടാ. നമ്മൾ തോപ്പുംപടി എത്തിയിട്ടാ. 183 കിലോമീറ്ററേ ഓടിയിട്ടുള്ളൂ കേട്ടോ. ആ കട്ട ജസ്റ്റ് കൂടി വന്ന ഒരു 10 കിലോമീറ്ററും കൂടി ഓടും. അങ്ങനെയാണെങ്കിൽ 193 നമുക്ക് നോക്കാം. നമുക്കിനി മട്ടാഞ്ചേരി ഹാട്ടിൽ നിന്ന് തന്നെ CNG അടിച്ച് ഫുള്ളാക്കി ഇട്ടേക്കാം. അല്ലെങ്കിൽ നമ്മൾ ഇനി പള്ളുരുത്തിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ 5-6 കിലോമീറ്റർ പെട്രോൾ ഓടി വരേണ്ടി വരും. ഗൈസ് CNG ഇല്ലട്ടോ ഗൈസ്, സ്റ്റോക്കില്ല. നാളെ തന്നെ അടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും എത്ര കിലോമീറ്റർ ഓടുമെന്ന് നമുക്ക് നോക്കണ്ട. നമ്മൾ നിലമ്പൂരിൽ നിന്ന് അടിച്ച പമ്പിൽ നിന്ന് 188 കിലോമീറ്റർ ആണ് എൻ്റെ വണ്ടിയിലും കിട്ടിയ മൈലേജ്. നമ്മൾ പോയപ്പോൾ നമുക്ക് 205 കിട്ടിയിട്ടാ തോപ്പുംപടി നിന്ന് അടിച്ച പമ്പിൽ നിന്ന്. ഇപ്പോൾ വേണ്ട 188 കിലോമീറ്ററാണ് നമ്മൾ ഓടിയേക്കണം കേട്ടോ. അപ്പോൾ മച്ചാമാരെ ഇതാണ് നമ്മുടെ വണ്ടിയുടെ മൈലേജ്. ഞാൻ ഈ വീഡിയോ ഇങ്ങനെ ചെയ്യാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ പേര് പറയണ്ടായിരുന്നു വാഗനർ 300 കിലോമീറ്റർ മൈലേജ് ഒക്കെ കിട്ടുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് കമൻ്റൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ചുമ്മാ നിങ്ങൾക്കൊന്ന് കാണിച്ചു തന്നെയാണ്. എന്തായാലും ഒരു ലോങ് റൈഡ് ഉള്ളതുകൊണ്ട് കാണിച്ചു തന്നേട്ടാ. ഗൈസ് കറക്റ്റ് 151 കിലോമീറ്റർ, അതായത് 150 കിലോമീറ്ററിൽ തന്നെ നമ്മുടെ CNG തീർന്നിട്ടാ. അതായത് കറക്റ്റ് പെട്രോൾ പമ്പിൽ കയറ്റി. ഇതാണ് നമ്മുടെ എറണാകുളം ടൗണിൽ കിടന്ന് ഓടിയാലുള്ള ഗുണം. 150 കിലോമീറ്റർ കിട്ടും. ലോങ്ങിൽ പോയാൽ 200-205 വരെ കിട്ടും. ഇതാണ് എൻ്റെ വണ്ടിയുടെ മൈലേജ് ഇട്ടാ. അപ്പം 300 കിലോമീറ്ററൊക്കെ ഓടും എന്നൊക്കെ പറഞ്ഞവർ ഇതേ കണ്ടോ. പിന്നെ അത് ഇപ്പോൾ തോപ്പുംപടി പാലം പഴയ പാലം അടച്ചിട്ടേക്കണേ. ഇതിലേക്ക് കൂടി കയറ്റിയതാണ്. ഒരു ഞാറി വന്ന് വണ്ടിയുടെ സൈഡിട്ട് ഒരു ഇടി പിടിച്ചിട്ടുണ്ട്. കാണിച്ചു തരാം. എന്നിട്ട് അവൻ അറിഞ്ഞിട്ടില്ല. വേണ്ടാ ഇവിടെ വന്ന് ചെറുതായിട്ടൊന്ന് നട്ട് ഭാഗ്യം ഇത് പൊട്ടിപ്പോയില്ല. ചെറിയൊരു ഇത് വന്നു. നമ്മൾ ആ സ്ക്രാച്ച് റിമൂവർ ഇട്ട് പിടിക്കാം. വേറെ സീനില്ല. ഇപ്പം ആ പമ്പ് ഉണ്ടാ അവിടെ ഫുള്ള് ബ്ലോക്ക് ആയതുകൊണ്ടാണ്. എൻ്റെ പൊന്നെ അങ്ങനെ രണ്ടാമത്തെ സ്ക്രാച്ചും കിട്ടിയിട്ടാ. ആദ്യത്തെ സ്ക്രാച്ച് ഇതായിരുന്നു. ആൾക്കാർ ഈ ബ്ലോക്കിൽ കൂടി വന്ന് കുത്തിക്കയറുന്ന സീനാണ്. അതാ പ്രശ്നം. ഗൈസ് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാട്ടാ. ഇന്നൊരു സ്ക്രാച്ചും കൂടി കിട്ടി നമ്മുടെ വണ്ടിക്ക്. എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. ഇനി അങ്ങോട്ട് മുടങ്ങാതെ വീഡിയോ ഇടാനുള്ള പരിപാടിയാണ്. എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യാൻ നന്ദി, നമസ്കാരടാ, ബൈ. അങ്ങനെ തോപ്പുംപടിയിലെ ബ്ലോക്ക് ഉണ്ട ഗൈസ്. ഞാൻ പാലം ഫുള്ള് ബ്ലോക്കാണ്. പഴയ പാലം പണി നടക്കണോണ്ടാണ്. ഇന്ന് 22-ാം തീയതി ഉണ്ടോ ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യണത്. ഫുൾ ബ്ലോക്കാണ്. പഴയ പാലം അടച്ചിട്ടേക്കണതിൻ്റെ ബ്ലോക്കാണ്. ആ പാലം ഫുള്ള് ബ്ലോക്കാണ്. എനിക്കിത് ഷൂട്ട് ചെയ്ത് കാണിക്കാൻ അറ്റം വരെ ബ്ലോക്കാണ്. 11:49
15 മിനിറ്റായി നമ്മൾ നിർത്തിയിട്ട സ്ഥലത്ത് തന്നെ നിൽക്കാൻ തുടങ്ങിയിട്ട്. ഗൈസ് നമ്മളെ ചെറുതായിട്ടൊന്ന് ചളങ്ങിയിട്ടുണ്ട്, ചെറുതായിട്ട്. ഞാനിപ്പോൾ മറ്റേ നമ്മുടെ ഈ സാധനം ഇട്ട് പിടിപ്പിച്ചിട്ടാ, അതായത് സ്ക്രാച്ച് റിമൂവർ കോമ്പൗണ്ട് വാക്സ് വിട്ടൊന്ന് പിടിപ്പിച്ച്. ഇവിടെ ചെറിയൊരു സ്ക്രാച്ചൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതെ സീനില്ല, പക്ഷെ അത് ഈ ഒരു സാധനം കണ്ട ഇത് ഇത്തിരി ചാടിപ്പോന്നു. അതെനിക്ക് അങ്ങനെ പേപ്പർ പിടിച്ചിട്ട് ആ കോമ്പൗണ്ട് ഇട്ട് കൊടുക്കണം, അപ്പോൾ സെറ്റാവുന്നു. എന്തായാലും ഇതൊന്നും കൂടി സെറ്റാക്കി നോക്കട്ടെ കേട്ടോ. ഞാൻ ഇത്രം എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതേപോലെ ആക്കി എടുത്തിട്ടുണ്ടോ? ഇത്ര ചെയ്യാൻ പറ്റുള്ളൂ, വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇത് നമുക്ക് സമയം കിടക്കണല്ലേ, നമുക്ക് ക്ലെയിം ചെയ്യാം. സൈഡ് സെറ്റായി. ആദ്യമായിട്ട് അങ്ങനെ ഒരു വലിയ ഇടിയെന്ന് പറയാം എൻ്റെ ചരിത്രത്തിൽ. 7 മാസമായി ഇപ്പോൾ വണ്ടി എടുത്തിട്ട്. ഫസ്റ്റ് സ്ക്രാച്ചാണ്. ഇവിടെ ഒരു സ്ക്രാച്ച് വന്നതാണ്, പക്ഷെ ഞാനത് സ്ക്രാച്ച് റിമൂവർ വെച്ച് പിടിച്ചതാണ്. അപ്പം അതറിയാനുള്ള. പക്ഷെ ഇത് ഈ ഒരു ഏരിയയിൽ കണ്ട ഇത്തിരി വൃത്തികളായി പോയി. സൂക്ഷിച്ച് നോക്കിയാലേ കാണുള്ളൂ, വലിയ സീനില്ല. മടിഞ്ഞ് കിടക്കണാണ് കേസ്. 1.5 മാസമായിട്ട് ഞാൻ വണ്ടി ഓടിയിട്ടില്ല. എന്തായാലും നാളെ മുതൽ ഓടുമ്പോൾ തുടങ്ങണേണ്, പരിപാടി തുടങ്ങണേണ്. സോ നാളത്തെ വീഡിയോയിൽ കാണാം.